നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. അധികാരത്തിലേറി 2 മാസം പിന്നിടുമ്പോൾ കൊച്ചി മേയർ വി.കെ. മിനിമോൾക്കെതിരെ വിജിലൻസ് അന്വേഷണം. കൊച്ചി കോർപ്പറേഷൻ മേയർ വി.കെ. മിനിമോൾക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണ കൗൺസിലറായിരുന്നപ്പോൾ ഉയർന്ന അഴിമതി ആരോപണത്തെ തുടർന്നാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. പാലാരിവട്ടം KG ഓക്സ്ഫോർഡ് സിംഫണി അപ്പാർട്ട്മെന്റ് സമുച്ചയം പണിയുന്നതിന്റെ ഭാഗമായി കളവത്ത് ക്രോസ് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. റോഡിന്റെ നവീകരണത്തിന് അപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ഷൻ കമ്പനി 5 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അസോസിയേഷൻ ഭാരവാഹികളെ ഏൽപ്പിച്ചിരുന്നു. ഈ തുകയിൽ നിന്നും റോഡ് നവീകരണത്തിനായി കൗൺസിലറായിരുന്ന ഇന്നത്തെ കൊച്ചി മേയർ വി.കെ. മിനിമോൾ 3 ലക്ഷം രൂപ വാങ്ങി എന്നാണ് ആരോപണം. റോഡിൽ ടൈൽ ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കൗൺസിലർ പദവി ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഫണ്ടിൽ നിന്നാണെന്നും റോഡിന്റെ നവീകരണത്തിനായി അസോസിയേഷൻ ഫണ്ടിൽ നിന്നും 1 രൂപ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നും പറയുന്നു. എന്നാൽ കളവത്ത് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ഏകപക്ഷീയമായ നടപടിയാണെന്നും മേയർ അഡ്വക്കേറ്റ് വി.കെ. മിനിമോൾ പറയുന്നു. തന്റെ ഭാഗം കേൾക്കാതെയുള്ള പ്രാഥമിക അന്വേഷണമാണിത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തിപരമായ എതിർപ്പ് മൂലം ചിലർ നിരവധി തവണ പരാതി നൽകിയിട്ടും അതെല്ലാം തള്ളിപ്പോയത് പരാതിക്കാർക്ക് തെളിവ് ഹാജരാക്കുവാൻ കഴിയാത്തതിനാലാണ്. ഇതിലെ വസ്തുത എന്നത് അസോസിയേഷൻ അംഗങ്ങൾക്ക് അറിയാം. വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അറിയിപ്പോ ഉത്തരവോ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കുമെന്നും മേയർ അറിയിച്ചു. അതേസമയം മേയർ രാജിവെക്കണമെന്ന് LDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൗൺസിലറായിരുന്നിരിക്കുമ്പോൾ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തിയ വി.കെ. മിനിമോൾ കൊച്ചി കോർപ്പറേഷന്റെ മേയറായിരിക്കുവാൻ യോഗ്യതയല്ല. വി.കെ. മിനിമോൾ കൊച്ചി മേയർ സ്ഥാനം രാജിവെക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.